നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതനായ താരമാണ് ദിലീപ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കുറച്ച് വർഷങ്ങളായി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണെങ്കിലും നടൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. ഇപ്പോഴിതാ മാസങ്ങൾക്ക് മുമ്പ് കലിയുഗ ജ്യോതിഷൻ എന്ന് സ്വയം വിളിക്കുന്ന ഡോക്ടർ സന്തോഷ് നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത്. കോവിഡ് വൈറസ് വ്യാപനം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ശബരിമല തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവചനം നടത്തുകയും അതിലൂടെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് സന്തോഷ് നായർ എന്ന കലിയുഗ ജ്യോത്സ്യൻ. ദിലീപിനും കാവ്യയ്ക്കും 3 വിവാഹത്തിനുള്ള യോഗമുണ്ടെന്ന് പ്രശ്നവശാൽ താൻ കാണുന്നു എന്നാണ് ജ്യോത്സ്യൻ പറയുന്നത്. ദിലീപും കാവ്യയും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് കണ്ടകശനിയും ഒരാൾക്ക് ഏഴരാണ്ട് ശനിയുമായിരുന്നുവെന്നും കണ്ടകശനിയിലും ഏഴരാണ്ട് ശനിയിലും വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണെന്നും ജ്യോത്സ്യൻ ചൂണ്ടിക്കാട്ടുന്നു. ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നതായും ജ്യോത്സ്യൻ പറയുന്നു. 2017 മുതൽ 2019 വരെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് താൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അതിനെ മറികടന്ന് വിവാഹം കഴിച്ചാൽ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്നും ദിലീപിന് കാരാഗൃഹവാസം വരെ അനുഭവിക്കേണ്ടി വരുമെന്നും താൻ പറഞ്ഞിരുന്നു. ദിലീപിനും കാവ്യയ്ക്കും വിശ്വാസവും മറ്റും കാര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ജ്യോതിഷം നോക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. കാര്യങ്ങൾ അറിയുന്നവരാണ് ജ്യോത്സ്യന്മാർ. അവർക്ക് ജ്യോതിഷം 100% സത്യം തന്നെയാണെന്നും കലിയുഗ ജ്യോത്സ്യൻ പറയുന്നു. കാവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നക്ഷത്രപ്രകാരം ദിലീപ് അവരെ മോശമായ സമയത്താണ് വിവാഹം കഴിച്ചതെന്നാണ് ജ്യോത്സ്യൻ ചൂണ്ടിക്കാട്ടുന്നത്. കാവ്യയുടെ ഗ്രഹനിലയുടെ 7ാം ഭാവത്തിലും പ്രശ്നങ്ങളുണ്ടെന്നും അവർക്ക് വിവാഹ ജീവിതം പരാജയമാണെന്നും ജ്യോത്സ്യൻ പ്രവചിക്കുന്നു. വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കാം. 7ാം ഭാവത്തിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെന്നും ജ്യോത്സ്യൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൻ്റെ ഫലമായാണ് അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാവ്യയെ സംബന്ധിച്ച് അവർക്ക് 3 വിവാഹത്തിന് യോഗമുണ്ടെന്നും ജ്യോത്സ്യൻ പ്രവചിക്കുന്നുണ്ട്. ദിലീപിൻ്റെ കാര്യം നോക്കുമ്പോൾ ദിലീപിനും 3 വിവാഹത്തിന് യോഗമുണ്ട്. 7ാം ഭാവം വെച്ച് നോക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ കാവ്യയ്ക്ക് ഒരു സമാധാനവും കിട്ടില്ലെന്നും ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണെന്നും ജ്യോത്സ്യൻ പ്രവചനത്തിൽ പറയുന്നു. ജ്യോതിഷം മഹത്തരമാണ്. ഒരു പരിചയവുമില്ലാത്ത സ്ത്രീയെക്കുറിച്ചും ഒരു പരിചയവുമില്ലാത്ത പുരുഷനെക്കുറിച്ചും ജ്യോതിഷത്തിലൂടെ അറിയാം. അതുകൊണ്ട് തന്നെ വിവാഹത്തിനു മുമ്പ് പൊരുത്തം നോക്കണം. അതേസമയം ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്ക് കൃത്യമായി അറിയാം. എന്നാൽ അത് താൻ പറയില്ല. പറഞ്ഞാൽ അത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാകുമെന്നും കലിയുഗ ജ്യോത്സ്യൻ പറയുന്നു.